രമേശ് ചെന്നിത്തലയെക്കുറിച്ചൊക്കെ യഥാർത്ഥം എനിക്ക് വലിയ ബഹുമാനവും ആദരവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം എന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുകഴ്ത്തുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് പുകഴ്ത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകത്തിലെ ദുരന്ത കഥാപാത്രങ്ങളെ ഓർമ്മ വരുന്നു. ഒതല്ലോ, മാക്ബത്ത് പോലുള്ള. അദ്ദേഹം 10 വർഷം മുമ്പ് ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ആളാണ്. ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഒരാളുടെ കീഴിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കൊടുത്തില്ല. രണ്ടാമത്തെ ശിഷ്യൻ കെ.സി. വേണുഗോപാൽ, അദ്ദേഹം എൻ്റെ സഹപാഠിയായിരുന്നു പയ്യന്നൂർ കോളേജിൽ. എനിക്ക് ഓർമ്മയുണ്ട്, കെ.സി. വേണുഗോപാലൊക്കെ അന്ന് ആരവത്തോട് കൂടിയിട്ട് വരുന്ന തൻ്റെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ കാത്ത് ക്യൂ നിൽക്കുന്ന രംഗം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അന്നും പ്രതികരിച്ചിരുന്നു. അതിനുശേഷം കേരളത്തിലുണ്ടായ ദൗർഭാഗ്യകരമായ ചില സംഭവവാസങ്ങളെ മുൻനിർത്തി പ്രതികരണം പിന്നീട് മതിയെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ചിരുന്നതാണ്. അന്ന് തന്നെ ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചതാണ്. ഞാൻ ഇന്ത്യ സഖ്യത്തിലെ തന്നെ പല നേതാക്കന്മാരോടും പറഞ്ഞു, ഇത് ചെയ്ത് വലിയ അതിക്രമമാണ്. എന്താ കാരണം? ഇന്ത്യയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ബില്ല് പാസ്സാക്കിയിട്ടില്ല. നിങ്ങൾ നോക്കണം, കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് തേയില സൽക്കാരം ബഹിഷ്കരിച്ചത്? എന്തുകൊണ്ടാണ്? SIR-നെ കുറിച്ച് ചർച്ച അനുവദിച്ചില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. ചർച്ച അനുവദിച്ചില്ല എന്നൊരു കാരണം കൊണ്ടാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ കളങ്കം ഇതുപോലുള്ള ഒരു മാരണം നടക്കുമ്പോൾ എങ്ങനെ ഇങ്ങനൊരു ഉദകക്രിയ നടത്താൻ വേണ്ടി ഇവർ പോയി? മാത്രമല്ല, അവിടെ നടത്തിയ സംഭാഷണം എന്താണ്? അതായത് പ്രധാനമന്ത്രിയുടെ വിദേശ ടൂറുകളെക്കുറിച്ച് പൂഴ്ത്തി പറയുക പ്രിയങ്ക ഗാന്ധി. തിരിച്ച് വയനാട് എന്ത് സംഭവിക്കുന്നു? ഉടനെ വയനാടെല്ലാം ഭംഗി. എന്നാൽ വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി 5 പൈസ തരാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ചൊന്ന് പറഞ്ഞുകൂടെ? അതുപോലും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം പെരുമാറേണ്ടത്, പ്രതികരിക്കേണ്ടത്? ഇന്ത്യയിലെ പാവപ്പെട്ടവർ തെരുവിലേക്ക് പോവുകയാണ്. ഇതുപോലുള്ള നിയമം, ആ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ഒരു 15 ദിവസത്തേക്കെങ്കിലും സെലക്ട് കമ്മിറ്റിക്ക് വിടണം ആ ബില്ല്. 15 ദിവസത്തേക്ക്. ഇന്ത്യയുടെ ശരത്തെ, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ എത്രയോ കാലമായിട്ട് പാർലമെൻറ്റ് കവർ ചെയ്യുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം, അത് ഇത്രത്തോളം പ്രത്യേകാതമുള്ള ബില്ല് അയക്കണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ വഴങ്ങിയ ഒരു ചരിത്രമാണ് ഇന്ത്യൻ പാർലമെൻറ്റിലുള്ളത്. അത് രാജീവ് ഗാന്ധി മുതലുള്ള പ്രധാനമന്ത്രിമാരുടെ ചെയ്തികൾ എനിക്കറിയാം. എന്തിനാ ബൊഫേഴ്സ് കുംഭകോണം, സ്വന്തം പ്രതിയായിരുന്ന പ്രതിക്കൂട്ടിൽ നിന്ന ബൊഫേഴ്സ് കുംഭകോണത്തെക്കുറിച്ച് സംയുക്ത പാർലമെന്ററി സമിതി പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അങ്ങനെയുള്ള ഒരു ജനാധിപത്യ കീഴ്വഴക്കമുള്ള ഈ രാജ്യത്ത് ഒരു ബില്ല് ഏകപക്ഷീയമായിട്ട്, അതും മഹാത്മാഗാന്ധിയുടെ 2ാമത്തെ വധത്തിന് കുറിക്കുന്ന ഒരു ബില്ല് പാസ്സാക്കുന്നു. 50 കോടിയോളം ജനങ്ങളെ തെരുവിലേക്കാക്കുന്ന ഒരു നിയമനിർമ്മാണം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ്, പുലർവേളയിലാണ് ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കിയെന്ന് വിചാരിക്കുക. മണിക്കൂറുകൾ, ഒരു ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞ് മനസ്സിലാക്കാം. ഇതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ വിഷയങ്ങൾ ഉയർത്തി ഞങ്ങൾ ബഹിഷ്കരിച്ചതാണെന്ന് മനസ്സിലാക്കണം. ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവർ പരസ്യമായി ചർച്ചയ്ക്ക് പോകുന്നു, ബ്രിട്ടാസ് രഹസ്യമായി ചർച്ചയ്ക്ക് പോകുന്നു എന്നാണ്. ബ്രിട്ടാസ് എന്ത് ചർച്ച ചെയ്യുന്നുള്ള കാര്യം അവിടെ പാർലമെന്റിൽ വെളിവാക്കപ്പെട്ടല്ലോ. ഏത് കോൺഗ്രസ് നേതാ പറഞ്ഞത്? ഒരാളുടെ പേര് പറ. ആരാ പറഞ്ഞത്? രമേശ്, ഒരു സെക്കൻഡ്. രമേശ് ചെന്നിത്തലയെക്കുറിച്ചൊക്കെ യഥാർത്ഥം എനിക്ക് വലിയ ബഹുമാനവും ആദരവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം എന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുകഴ്ത്തുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് പുകഴ്ത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേണം അദ്ദേഹത്തിന് ഒന്ന് പുകഴ്ത്താം. എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകത്തിലെ ദുരന്ത കഥാപാത്രങ്ങളെ ഓർമ്മ വരുന്നു. ഒതല്ലോ, മാക്ബത്ത് പോലുള്ള. അദ്ദേഹം 10 വർഷം മുമ്പ് ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ആളാണ്. ഷാഡോ ക്യാബിനറ്റ് ഉണ്ടാക്കിയ ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ഒരാളുടെ കീഴിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കൊടുത്തില്ല. രണ്ടാമത്തെ ശിഷ്യൻ കെ.സി. വേണുഗോപാൽ, അദ്ദേഹം എൻ്റെ സഹപാഠിയായിരുന്നു പയ്യന്നൂർ കോളേജിൽ. എനിക്ക് ഓർമ്മയുണ്ട്, കെ.സി. വേണുഗോപാലൊക്കെ അന്ന് ആരവത്തോട് കൂടിയിട്ട് വരുന്ന തൻ്റെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ കാത്ത് ക്യൂ നിൽക്കുന്ന രംഗം എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് കെ.സി. വേണുഗോപാലിനെ കാണണമെങ്കിൽ അദ്ദേഹം ഒരാഴ്ച കാത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഷേക്സ്പിയറിൻ്റെ ഒരു ദുരന്ത കഥാപാത്രത്തെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന രമേശ് ചെന്നിത്തലയെ പോലുള്ള ആൾക്കാരോട് എനിക്ക് ബഹുമാനക്കുറവില്ല. അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങൾ പൂവണിയട്ടെ എന്നുള്ള ഒരു ആശംസ മാത്രമേ നേരാനുള്ളൂ. ചോദിച്ചപ്പോൾ ലോക്സഭയിലെ CPM നേതാവായിട്ടുള്ള കെ സാവർക്കർ പറഞ്ഞത് അത് ബഹിഷ്കരിച്ചതല്ല എന്നാണ് പറഞ്ഞത്. ബഹിഷ്കരിച്ചതെന്ന് പറഞ്ഞാൽ അത് പോകാൻ പാടില്ലല്ലോ, പോകരുന്നുള്ളൂ. ഇതിനകത്ത് ബഹിഷ്കരണമല്ലല്ലോ, ഞങ്ങൾ പോകുന്നില്ല, അത്ര തന്നെ. ഇത്ര ഒരു അനീതി ജനങ്ങളുടെ മുകളിൽ ഇതുപോലുള്ളൊരു അനീതി
കെട്ടിവച്ച ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലെന്ന്. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ പോകുന്നില്ലല്ലോ. ഇതന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം. ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തു എന്ന് ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പോകുന്നില്ല. അത്ര തന്നെ. അല്ല, അന്ന് ചോദിച്ചപ്പോൾ CPM-ന്റെ എല്ലാ അംഗങ്ങളും പറഞ്ഞത് തിരക്കുള്ളതിനാൽ പോകുന്നു എന്നുള്ളതാണ്. ഏത്? പ്രതിഷേധം പോലും CPM-ന്റെ എല്ലാ ആൾക്കാരുടെ പട്ടികയിലും ഞാനും ഉണ്ടല്ലോ. അല്ല, ഇത് ലോക്സഭയിലാണ്. ലോകസഭയിലും രാജ്യസഭയിലും ചായ സൽക്കാരം നടന്നിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇത് ലോകസഭയിൽ മാത്രമല്ല രാജ്യസഭയിലും നടന്നിട്ടുണ്ട് ഈ ചായ സൽക്കാരം. ഞങ്ങൾ പോയിട്ടില്ല. ഇതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട ഒരു ഘടകം.